ഹായ് ഓൾ. ഓണം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഗ്രാമറിലെ ക്വസ്റ്റ്യൻ ആണ് കണ്ടീഷണൽ സെന്റൻസ് അഥവാ ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ ആദ്യം പഠിക്കാം. നമ്മുടെ സെന്റൻസിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൽ ഇഫ് ഉണ്ടോ എന്നാണ്. ഇഫ് ഉണ്ടെങ്കിൽ അത് എന്താണ്? അതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. കണ്ടീഷണൽ സെന്റൻസസിലെ ഇഫ് ക്ലോസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ അടുത്ത റൂൾ എന്ന് പറയുന്നത് വേർബ് ഏതാന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒബേ ആണ് ഈ ഒരു കേസിൽ വേർബ്. അപ്പൊ വേർബ് ഇനി ഏതാണ് ടെൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേർബ് ഏത് ടെൻസ് ആണ്? ഇത് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇഫ് ക്ലോസ് ആണ്, പ്രസന്റ് ടെൻസിലാണ് വേർബ് ഇരിക്കുന്നത്. ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ റൂൾ ആണ്, ഇഫിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ആണ് ഉള്ളതെങ്കിൽ, ഇഫിന്റെ കൂടെയുള്ള നമ്മുടെ വേർബ് പ്രസന്റ് ടെൻസിലാണ് ഉള്ളതെങ്കിൽ കോമ കഴിഞ്ഞ് വരാൻ പോകുന്ന സെന്റൻസ് കണ്ടോ, കോമ കഴിഞ്ഞ് വരാൻ പോകുന്ന സെന്റൻസ് എന്തായിരിക്കും? അതിൽ വില്ലും ഉണ്ടാവും, അതേപോലെ വേർബ് അതിന്റെ ബേസ് ഫോമിലായിരിക്കും. ബേസ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈറ്റ്, ഈറ്റിംഗ്, എയ്റ്റ് ഒക്കെ നമുക്കറിയാം അല്ലെ. അതിൽ ഈറ്റ് എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ബേസിക് സാധനമാണ് ഈറ്റ് അല്ലെ. അതാണ് വേർബിന്റെ ബേസ് ഫോം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് യു ഒബേ മീ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് മനസ്സിലാക്കണം? ഇത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എഴുതണം എന്ത്? ഐ വിൽ. അപ്പം നമ്മൾ വിൽ ആഡ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? വേർബിന്റെ ബേസ് ഫോം ആണ് വേണ്ടത്. ഐ വിൽ ബി. ബി ആണ് വേർബിന്റെ ബേസ് ഫോം. എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? ഐ വിൽ ബി ഹാപ്പി. അപ്പൊ പക്ഷെ ചില സമയത്ത് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഇഫ് ക്ലോസിൽ ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന വേർബ് എന്തായിരിക്കും? പാസ്റ്റ് ടെൻസ് ആയിരിക്കും അല്ലെ. ഇഫ് ഐ വർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തും. ഇഫിന്റെ കൂടെ വേർബ് അതിന്റെ പാസ്റ്റ് ടെൻസ് V2 ഫോം പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അപ്പുറത്ത് എന്താ വരിക? വുഡിന്റെ കൂടെ വേർബ് അതിന്റെ ബേസ് ഫോമിൽ വരും. അപ്പൊ ബേസ് ഫോം ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇഫിന്റെ കൂടെ വേർബ് അതിന്റെ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വുഡിന്റെ കൂടെ വേർബ് അതിന്റെ ബേസ് ഫോമിൽ വരും. ഓക്കെ, സോ ലെറ്റ് us സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇഫ് ഐ വർ നീരജ, നമ്മൾ വുഡ് ആഡ് ചെയ്യും. ഓക്കെ, ഇഫ് ഐ വർ നീരജ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വുഡ് ആഡ് ചെയ്യും. ഐ വുഡ്. പിന്നെ നമുക്ക് വേർബിന്റെ ബേസ് ഫോം വേണം, സേവ് പീപ്പിൾ. ഓക്കെ, യെസ്. If the hijackers hadn't hijacked, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് പാസ്റ്റ് ആണ് അല്ലെ. പക്ഷെ പാസ്റ്റിന്റെ തൊട്ട് മുന്നിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഹാഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പതിയെ നമ്മുടെ റൂൾ 3ലേക്ക് പോവും. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ, ഇഫിന്റെ കൂടെ ഹാഡ് കൊടുത്തിട്ടാണ് നമ്മുടെ പാസ്റ്റ് ടെൻസ് അതായത് V3 ഫോം വരുന്നതെങ്കിൽ നമ്മൾ അപ്പുറത്ത് എന്ത് ആഡ് ചെയ്യണം? വുഡ് ആഡ് ചെയ്യണം. അതിന്റെ കൂടെ ഒരു ഹാവ് ആഡ് ചെയ്യണം. പിന്നെ വരുന്ന വേർബ് എന്തായിരിക്കും? അതും ആ V3 ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ദാ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. നമ്മളോട് ചോദിച്ചത് എന്താ? ഇഫ് ദി ഹൈജാക്കേഴ്സ് ഹാഡന്റ് ഹൈജാക്ട്, നമ്മൾ എന്ത് ആഡ് ചെയ്യണം? വുഡ് ആഡ് ചെയ്യണം, ഹാവ് ആഡ് ചെയ്യണം, ആൻഡ് നമ്മുടെ വേർബിന്റെ തേർഡ് ഫോം അല്ലെ, ബി. അപ്പൊ ഇഫ് ദ ഹൈജാക്കേഴ്സ് ഹാഡന്റ് ഹൈജാക്ട് ദ പ്ലെയിൻ, ഷീ വുഡ് ഹാവ് ബീൻ അലൈവ് എന്നിട്ടു. ക്ലിയർ? ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇഫ് ഐ വർ സ്മാർട്ട്. അപ്പൊ നിങ്ങൾ വേർബ് നോക്കുക, ഏതാണ് ഓക്സിലറി വേർബ്? ഏതാണ്? നമ്മുടെ V2 ഫോമിലാണ്. ഇഫ് പ്ലസ് V2 എന്ത് വരണം? ഇവിടെ വുഡ് വരണം അല്ലെ. ഇഫ് ഐ വർ സ്മാർട്ട്, ഐ വുഡ് ബൈ മോർ ബുക്സ്. ഓക്കെ, അപ്പൊ ബൈ നമ്മുടെ വേർബിന്റെ ബേസ് ഫോം ആണ്. ഇഫ് ദ ഡബ്ബാവാലാസ് വർ പെയ്ഡ് ഇനഫ്, കണ്ടോ അവിടെ എന്താണ്? V2 ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇഫ് ഐ ഹാഡ് ഫുഡ്, അപ്പൊ ഈ ഹാഡ് ഫുഡ് കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഓ മിസ് പറഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 അല്ല. ഹാഡ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് വേറെ വേർബ് ഉണ്ടോ? ഇല്ല, ആകെ ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താണ്? V2 ഫോം ആണ്. ഇഫ് ഐ ഹാഡ് ഫുഡ്, ഐ വുഡ്. പിന്നെ നമ്മുടെ വേർബിന്റെ ബേസ് ഫോം എന്താ? tell you. അപ്പോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡബ്ബാവാലാസ് were paid enough, നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഈ ഒരു വീഡിയോന്റെ താഴെ അത് കമന്റ് സെക്ഷനിൽ ഇടുക, അത് കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക.